എൻ്റെ ഒരു പ്രത്യേകിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിവിടെ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ നിങ്ങൾക്കൊരു വാഹനം ഓടിക്കുക എന്നതാണ്. അപ്പം വാഹനം ഓടിക്കുന്നതിന് മുൻപ് വാഹനത്തിനകത്തുള്ള മിനിമം കൺട്രോൾസ്, ചില കൺട്രോളുകൾ, ചില സിഗ്നലുകൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പം ആ സിഗ്നലുകളെ കുറിച്ചാണ് ഞാൻ ആദ്യമായി പറയാൻ പോകുന്നത്. അപ്പം സിഗ്നലുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യമായി എനിക്ക് പറയാനുള്ളത് ഒരു ഇൻഡിക്കേറ്റർ സ്വിച്ചാണ്. അതായത് നിങ്ങൾ ഇടത്തോട്ടും വലത്തോട്ട് ഉപയോഗിക്കേണ്ട ഒരു പ്രത്യേക സിഗ്നലാണ് ഇൻഡിക്കേറ്റർ. അപ്പം ഇൻഡിക്കേറ്റർ ലെഫ്റ്റിലോട്ടേക്ക് പ്രവർത്തിപ്പിക്കാൻ വേണ്ടി ഇവിടെ കാണുന്ന സ്റ്റിക്ക് കാണാം നിങ്ങൾക്ക്. അപ്പോൾ ഇവിടെ കാണുന്ന സ്റ്റിക്ക് നിങ്ങൾക്ക് താഴോട്ടാക്കാനും, ഈ സ്റ്റിക്ക് താഴോട്ടാക്കിയ ലെഫ്റ്റിലേക്കും മുകളിലോട്ടാക്കിയ റൈറ്റിലേക്കും ആക്കാൻ വേണ്ടി പറ്റും. റൈറ്റിലേക്കും ഇൻഡിക്കേറ്റർ പ്രവർത്തിപ്പിക്കാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ ഇൻഡിക്കേറ്റർ കത്തില്ല, കാരണം ഞാൻ കീ ഇട്ടിട്ടില്ല വാഹനത്തിൽ. ഇനി ഇതിൻ്റെ അകത്ത് തന്നെ വേറെ 3 അപ്പ് ആൻഡ് ഡൗൺ പൊസിഷൻസ് ഉണ്ട്. ഇത് ഓഫ്, ഇത് പാർക്ക് ലൈറ്റ്, പിന്നെ ഇത് ഹെഡ്ലൈറ്റ് ഡിം അഥവാ ഹെഡ്ലൈറ്റ് സ്വിച്ച്. ഇതിട്ട് കഴിഞ്ഞാൽ പാർക്ക് ലൈറ്റ് നിങ്ങൾക്ക് ആക്ടിവേറ്റ് ചെയ്യാം, ഇതിട്ട് കഴിഞ്ഞാൽ ഹെഡ് ലൈറ്റും ആക്ടിവേറ്റ് ചെയ്യാം വാഹനത്തിൻ്റെ. അപ്പോൾ പാർക്ക് ലൈറ്റ് ആക്ടിവേറ്റ് ചെയ്യാം, ഹെഡ് ലൈറ്റ് ആക്ടിവേറ്റിനെ കുറിച്ച് പറഞ്ഞു. ഇനി പാർക്ക് ലൈറ്റ് ഡിമ്മും ബ്രൈറ്റും. ഡിം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അടുത്തുള്ള സാധനങ്ങൾ കാണാൻ വേണ്ടി ഇതും, മുകളിലുള്ള സാധനമാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദൂരെയുള്ളതും കാണാൻ വേണ്ടി സാധിക്കും. ഇതാണ് ഡിം ആൻഡ് ബ്രൈറ്റ് സ്വിച്ച്, ഹെഡ് ലൈറ്റ് സ്വിച്ച്. ഹെഡ് ലൈറ്റിൻ്റെ ആക്ടിവേഷൻ നോബല്ല, ആക്ടിവേഷൻ ലിവർ എന്ന് പറയുന്നത്. ഇനി അടുത്ത ലിവർ എന്ന് പറയുന്നത് വൈപ്പർ പുറത്തേക്കാണ് ലിവർ. അത് ഇപ്പുറ സൈഡ് കാണാം. അതായത് വാഹനത്തിൻ്റെ പറഞ്ഞു കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വരുന്ന ലിവറാണ് വൈപ്പർ ലിവർ. വൈപ്പറിൻ്റെ 3 ഡിഫറെൻറ്റ് പൊസിഷൻസ് ആണ്. ഓഫ് എന്ന പൊസിഷൻ, ചെറിയ സ്പീഡ്, വലിയ സ്പീഡ്, അതിൻ്റെ ലാസ്റ്റുള്ള സ്പീഡ്, ഇതൊക്കെയാണ്. ഇതിങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ വൈപ്പിംഗ് ഓപ്ഷൻസ് ആയിട്ട് വൈപ്പറിന് യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് കാണാം വൈപ്പർ ഇവിടെ കാണാം. ഈ വൈപ്പർ ആക്ടിവേറ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പൊസിഷൻസ് യൂസ് ചെയ്യുന്നത്. ഇനി പറയുകയാണെങ്കിൽ നിങ്ങളുടെ മുന്നിൽ കാണുന്ന, ഏറ്റവും മുന്നിൽ കാണുന്ന അടുത്തെന്ന് വെച്ചാൽ സ്പീഡോമീറ്റർ ഡയൽ. ഈ സ്പീഡോമീറ്റർ ഡയൽ നിങ്ങൾക്ക് വാഹനത്തിൻ്റെ സ്പീഡ്, എത്ര ഇതിൽ വാഹനം പോകുന്നതെന്ന് അറിയാൻ വേണ്ടി സാധിക്കും. അതുകൂടാതെ നിങ്ങളുടെ വാഹനം എത്ര ഓടിയെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾക്ക് ഇവിടെ ഈ പൊസിഷനിൽ, അതായത് ഇവിടെ നിങ്ങൾക്കാണ് എവിടെയാണത് കാണിക്കുക. ഇപ്പം എൻ്റെ വണ്ടി 50,441 കിലോമീറ്റർ ഓടി, എത്ര എണ്ണയുണ്ടെന്ന്. നിങ്ങൾ വാഹനം ഓടുന്നതിന് ഏറ്റവും പ്രത്യേകമായി ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ലൈറ്റ്സൊക്കെ ആക്ടിവേറ്റ് ആയിരിക്കും. ഫസ്റ്റ് വണ്ടി സ്റ്റാർട്ടായി കഴിഞ്ഞാൽ ഇതൊക്കെ പോകണം. അപ്പോൾ അതൊക്കെയാണ്, അതാണ് ഈ സിഗ്നൽസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒന്നാം സിഗ്നൽ എന്ന് പറയുന്നത് വാഹനത്തിൽ എണ്ണയുണ്ടോ എന്ന് നോക്കുക. വാഹനത്തിൽ എണ്ണയുണ്ട്, ഇപ്പം വാഹനത്തിന് എണ്ണയുണ്ട്, ഓക്കെ. ബാക്കി സിഗ്നൽസൊക്കെ ഉണ്ട്, കാണാൻ സാധിക്കും. സ്റ്റാർട്ടാക്കി കഴിഞ്ഞാൽ കംപ്ലീറ്റ് പോകും. അപ്പോൾ ഞാനിപ്പോൾ സ്റ്റാർട്ടിങ്ങിനെ കുറിച്ച് സംസാരിക്കുന്നത് നമുക്ക് ആദ്യമായി വാഹനത്തിൻ്റെ എങ്ങനെ ഓടിക്കാമെന്ന സിമ്പിൾ കാര്യത്തിനോട് നോക്കാം. അപ്പോൾ വാഹനം ഓടിക്കാൻ വേണ്ടി അടുത്ത് അറിഞ്ഞിരിക്കേണ്ട കൺട്രോൾ, ഫസ്റ്റ് കൺട്രോൾ നിങ്ങളുടെ മുന്നത്തിന് ഇരിക്കുന്ന സാധനം വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ്. വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് എന്ന് പറയുന്നത് വാഹനം ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും നീക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് സ്റ്റിയറിംഗ് എന്ന് പറയുന്നത്. സ്റ്റിയറിംഗ് ലെഫ്റ്റിലേക്ക് വാഹനം തിരിയാൻ വേണ്ടി ലെഫ്റ്റിലേക്കും, റൈറ്റിലേക്കും വാഹനം തിരിയാൻ വേണ്ടി റൈറ്റിലേക്കുമാണ് ഉപയോഗിക്കേണ്ടത്. വാഹനത്തിൻ്റെ ബാലൻസിങ്ങിൽ മെയിനായിട്ട് വരുന്നൊരു കാര്യം എന്ന് പറയുന്നത് സ്റ്റിയറിംഗ് തന്നെയാണ്. സോ സ്റ്റിയറിങ്ങിനെ കുറിച്ച് അത്രയുമാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. അടുത്തതായി പറയാൻ പോകുന്നത് സ്റ്റിയറിങ്ങിനെ കുറിച്ചും. ഓക്കെ, അത് സ്റ്റിയറിംഗ് കണ്ടാൽ പിന്നെ വരുന്ന സാധനം എന്ന് പറയുന്നത് ഗിയറാണ് വാഹനത്തിൻ്റെ. ഇതാണ് ഗിയർ. ഗിയർ എന്ന് പറയുന്നത് നിങ്ങൾ വാഹനത്തിൻ്റെ ടോർക്ക്, അതുപോലെ തന്നെ വാഹനത്തിൻ്റെ മൂവ്മെൻറ്റ്, ഫ്രണ്ടിലോട്ടാണെങ്കിൽ ഫ്രണ്ടിലോട്ട്, അല്ലെങ്കിൽ മോഷൻ, മുന്നോട്ടുള്ള മോഷൻ ആണെങ്കിൽ മുന്നോട്ട്, അതുപോലെ തന്നെ റിവേഴ്സുള്ള മോഷൻ, റിവേഴ്സ്, ഇതൊക്കെ സെലക്ട് ചെയ്യണം. അതായത് വാഹനത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വാഹനത്തിൻ്റെ അകത്ത് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് 6 ഗിയർ ഉണ്ട്. ചില വാഹനങ്ങളിൽ 7 ഉണ്ടാകാം. അത് നമ്മുടെ വാഹനത്തിനനുസരിച്ചിരിക്കും. ഇതിപ്പോൾ സാധാരണ നോർമൽ വാഹനമായതുകൊണ്ട് ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം 6 ഗിയർ ഉണ്ട്. അതായത് 6 ഗിയറിൻ്റെ അകത്ത് 5 ഫോർവേഡ് ഗിയറും 1 റിവേഴ്സ് ഗിയറുമായിരിക്കും ഉണ്ടാവുക. ഈ ഗിയർ എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന സാധനമല്ല, വാഹനത്തിൻ്റെ എഞ്ചിൻ്റെ അകത്തുള്ള സാധനമാണ്. ഗിയറിൻ്റെ ആവശ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ സ്പീഡും ടോർക്കും. സ്പീഡ് എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ പാച്ചൽ, ടോർക്ക് എന്ന് പറഞ്ഞാൽ ഉന്തി കൊണ്ടുപോകാനുള്ള കഴിവ്, അതായത് നമ്മുടെ വെയിറ്റ്, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. അതിനെക്കുറിച്ച് ടെക്നിക്കലായിട്ട് നിങ്ങളോട് അധികം സംസാരിക്കുന്നില്ല. അപ്പോൾ ഗിയറിനെ കുറിച്ച് നിങ്ങൾ സ്ലോയിലാണെങ്കിൽ താഴെയുള്ള ഗിയർ, അത് 1 സെക്കൻഡ്, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ്, ഒന്നാമത്തെയും രണ്ടാമത്തെയും ഗിയറാണ് സ്ലോയിലെങ്കിലും ഉപയോഗിക്കുക. 3 മുതൽ അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ ഫോർവേഡ് ഗിയേഴ്സ്. ഇത് നിങ്ങൾക്ക് കാണാം. ഇത് ഫസ്റ്റ് ഗിയർ, സെക്കൻഡ് ഗിയർ, പിന്നെ വരുന്നത് തേർഡ് ഗിയർ, ഫോർത്ത് ഗിയർ, പിന്നെ ഫിഫ്ത്ത് ഗിയർ. ഫിഫ്ത്ത് ഗിയർ എന്ന് പറഞ്ഞാൽ ഹൈ സ്പീഡ് ഗിയറാണ്. ഇത് നമ്മൾ ഹൈവേയിലും അതുപോലത്തെ ആപ്ലിക്കേഷനിൽ ഉപയോഗിക്കേണ്ടിയിട്ടാണ്. ഇനി റിവേഴ്സ് ഗിയർ. റിവേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇങ്ങനെ നമ്മൾ ഇട്ടതിന് ശേഷം ന്യൂട്രാക്കിയ ശേഷം ഇതാണ് റിവേഴ്സ് ഗിയർ എന്ന് പറയുന്നത്. റിവേഴ്സ് ഗിയറാണ്. അപ്പോൾ അതൊക്കെയാണ് ഗിയറിനെ കുറിച്ച് പറയാനുള്ളത്. ഗിയർ നിങ്ങൾ അറിയിക്കുക, ഗിയറിൻ്റെ ആവശ്യം അതാണ്. അപ്പോൾ ഏറ്റവും ഡ്രൈവിങ്ങിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം സ്റ്റിയറിംഗ് ഉപയോഗിച്ച് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഗിയർ മാറ്റണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഗിയറിൽ ചില കൂട്ടർക്ക് സ്റ്റിയറിംഗ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പം ഗിയർ, ഞാൻ കണ്ടതെന്ന് വെച്ചാൽ ചെറിയ കൂട്ടർ ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗിയർ മാറ്റുമ്പോൾ അവരുടെ സ്റ്റിയറിംഗ് ബാലൻസ് മൊത്തമായി പോകുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വാഹനം ഓടിക്കുന്ന ടൈം ശ്രദ്ധയിൽപ്പെടുത്തേണ്ട ചില കാര്യങ്ങൾ. അപ്പം ഞാനിപ്പോൾ സ്റ്റിയറിങ്ങിനെ കുറിച്ച് സംസാരിച്ചു, ഗിയറിനെ കുറിച്ച് സംസാരിച്ചു. ഇനി അവിടെ താഴെയുള്ള 3 കൺട്രോളുകൾ നിങ്ങൾക്ക് കാണാം. ഇവിടെ 3 കൺട്രോളുകളുണ്ട് വാഹനത്തിൽ. ഇപ്പോൾ കാണാം 3 വാഹനങ്ങൾ, 3 ഓപ്പറേഷൻസ്. അതായത് ഒന്നാമതാണ് ക്ലച്ച് എന്ന് പറയുന്നത്.
ഇതാണ് ക്ലച്ച്. ഇനി ഇത് ബ്രേക്ക്, അതുപോലെ തന്നെ ആക്സിലേറ്റർ. ഇതൊന്ന് അത് ആലോചിച്ച് വെക്കാൻ ഒരു സിമ്പിൾ വഴിയുണ്ട്. ആക്സിലേറ്റർ, ബ്രേക്ക്, ക്ലച്ച്, അതായത് ABC. അപ്പോൾ ഫസ്റ്റ് അതായത് ക്ലച്ച് എന്ന് പറയുന്നത് വാഹനത്തിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം ഉപയോഗിക്കേണ്ടതാണ്. അതായത് ഗിയർ മാറ്റുമ്പോഴും വാഹനത്തെ നീക്കി കിട്ടാനും വേണ്ടിയിട്ടാണ് ക്ലച്ച് ഉപയോഗിക്കുന്നത്. ബ്രേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും പറയാം, വാഹനത്തെ പൂർണ്ണമായി നിർത്താൻ വേണ്ടിയിട്ടാണ് ബ്രേക്ക് ഉപയോഗിക്കുന്നത്. വാഹനത്തിൻ്റെ സ്പീഡ് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആക്സിലേറ്റർ അഥവാ ആക്സിലേഷൻ പെഡൽ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് വണ്ടി ഓടിക്കുന്നതിൻ്റെ രീതിയിൽ പറയാം. ഓടിക്കാൻ വേണ്ടി ഫസ്റ്റ് തന്നെ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ കംപ്ലീറ്റായി ക്ലച്ച് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഗിയർ ഫസ്റ്റ് പൊസിഷൻ സെലക്ട് ചെയ്യും. അപ്പോൾ ഒന്നിക്ക് നിങ്ങൾക്ക് വാഹനം സ്റ്റാർട്ട് ചെയ്തിട്ട് ഫസ്റ്റ് പൊസിഷൻ സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ വണ്ടി നിർത്തി വെച്ചുകൊണ്ട് സെക്കൻഡ് പൊസിഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി വണ്ടി നീങ്ങാൻ വേണ്ടി മെല്ലനെ ക്ലച്ചിളക്കിക്കൊണ്ട് ആക്സിലേഷൻ ഇങ്ങനെ പതുക്കെ കൊടുക്കുക. അപ്പോൾ വാഹനം മെല്ലെ നീങ്ങാൻ വേണ്ടി തുടങ്ങും. ഇത് ചിലപ്പോൾ ഓഫാകാനുള്ള ചാൻസ് ഉണ്ട് ബിഗിനേഴ്സിന്, പക്ഷേ നിങ്ങൾ ബാലൻസ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് പോകാൻ സാധിക്കും. വാഹനം റിലീസ് ചെയ്തതിന് ശേഷം വണ്ടി ഇങ്ങനെ പോകാൻ തുടങ്ങിക്കൊണ്ടിരിക്കുന്ന ടൈം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിലേറ്റർ റിലീസ് ചെയ്ത് ക്ലച്ച് വീണ്ടും ചവിട്ടുക, അടുത്ത ഗിയറായ സെക്കൻഡ് ചൂസ് ചെയ്യുക. അങ്ങനെ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് ഗിയറുകൾ ചൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. അപ്പോൾ നിങ്ങൾ ബാലൻസ് ചെയ്യേണ്ടത് ഫസ്റ്റ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഏറ്റവും അറിഞ്ഞിരിക്കേണ്ടത് ക്ലച്ച് ആൻഡ് ആക്സിലേഷൻ ബാലൻസ് എന്നാണ്. അതായത് റൈറ്റ് പ്രൊപ്പോർഷൻ ഓഫ് ക്ലച്ച് ആൻഡ് റൈറ്റ് പ്രൊപ്പോർഷൻ ഓഫ് ആക്സിലേറ്റർ. ഇറ്റ് ഡിപ്പെൻസ് ഓൺ അതായത് ഇതെന്ന് വെച്ചാൽ നിങ്ങൾ ഉപയോഗം. ആക്സിലേറ്റർ ബ്രേക്ക് എന്ന് പറയുന്നത് വാഹനം കയറ്റത്തിലാണെങ്കിൽ ജാസ്തി ആക്സിലറേഷനും, അതായത് ഇതുപോലെ കുറച്ച് ആക്സിലറേഷനും ക്ലച്ചും റിലീസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇതൊക്കെയാണ് ബേസിക് കാര്യങ്ങൾ, ഡ്രൈവിങ്ങിലുള്ള ബേസിക് കാര്യങ്ങൾ. നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഈ വീഡിയോൻ്റെ അകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ദയവായി താഴെ നിങ്ങൾക്ക് ഇതിനെ കമൻറ്റ് സെക്ഷനിൽ ഇടാൻ വേണ്ടി സാധിക്കും. നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസ് അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഇംഗ്ലീഷ് വേർഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ഇവിടെ കമൻറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസ് എന്ത് തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ, വാഹനം റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനലിനകത്ത് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ആ പ്രത്യേക വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ വീഡിയോസ് ഇനിയും വരുന്നുണ്ട്. അപ്പോൾ ആദ്യമായി ഞാൻ നന്ദി പറയുന്ന ഈ വീഡിയോ കാണാൻ വേണ്ടി നിങ്ങളെടുത്ത സമയത്തിന് താങ്ക്സ് a lot.